വയനാട്ടിൽ വീണ്ടും ജീവനെടുത്തു കാട്ടാന. എരുമക്കൊല്ലിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുന്നു. അതിദാരുണമായ സംഭവമാണ്. വീണ്ടും കാട്ടാന ജീവനെടുത്തിരിക്കുകയാണ്. എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെ? അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അറുമുഖന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളാണ് ഇവർ നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും എല്ലാം അവിടേക്ക് എത്തുന്നേയുള്ളൂ. രാത്രി ആയതിനാൽ തന്നെ വീട്ടിലേക്ക് ഈ ടൗണിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. റോട്ടിൽ ഈ കാട്ടാന ആക്രമിച്ച് നിലത്ത് കിടക്കുകയായിരുന്നു. പരിശോധന നടത്തിയപ്പോഴാണ് വലിയ പരിക്കുകൾ കണ്ടത്. തുടർന്നാണ് ഈ കാട്ടാന ആക്രമണം തന്നെയാണ് സ്ഥിരീകരിച്ചത്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് അവിടെ വലിയ കാട്ടാനാക്രമണം നടക്കുകയും ഒരു ആദിവാസി യുവാവിനെ കാട്ടാൻ ആക്രമിച്ച് തേയിലത്തോട്ടത്തിനുള്ളിൽ കൊലപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായിരുന്ന ഒരു ആദ്യത്തെ കാട്ടാനാക്രമണം എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു വന്യജീവി സംഘർഷത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ വീണ്ടും അത് മേപ്പാടിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മാസം മുമ്പ് നടന്ന ഒരു കാട്ടാനാക്രമണത്തിന് ശേഷം വീണ്ടും മേപ്പാടി രീതിയിലാക്കിയിട്ടാണ് ഈ ഒരു കാട്ടാനാക്രമണം നടന്നിട്ടുള്ളത്. മേപ്പാടി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി ആയതിനാൽ തന്നെ വലിയ രീതിയിൽ വെളിച്ചക്കുറവുണ്ടായിരുന്നു. ആ പ്രദേശത്ത് വെച്ചാണ് കാട്ടാന അപ്രതീക്ഷിതമായി വന്ന് ആക്രമിച്ചത്. എന്തായാലും ഇപ്പോൾ അറുമുഖൻ മരിച്ചു എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. പ്രദേശവാസികളാണ് ഈ വിവരം പ്രാഥമികമായി കൈമാറിയിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും എല്ലാം നിലവിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഒരു തേയിലത്തോട്ടത്തിന് സമീപത്താണ് കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണ് തേയിലത്തോട്ടത്തിന് സമീപം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമായി ഒന്ന് ഈ ആറുമുഖനെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. സോന. ശരി, ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.